അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വളരെ തീവ്രമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തന മണ്ഡലത്തിൽ സക്രിയനായി നിന്ന ചെറുപ്പക്കാരനാണ്. കഴിഞ്ഞ തവണ തളിപ്പറമ്പിലാണ് അദ്ദേഹം മത്സരിച്ചത്. തളിപ്പറമ്പിൽ സഖാവ് ഗോവിന്ദൻ മാസ്റ്ററോട്, അതായത് ഇന്നത്തെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയോടാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. പക്ഷെ പരാജയപ്പെടുമ്പോഴും അദ്ദേഹം അഭിമാനകരമായ പോരാട്ടം നടത്തി. കാരണം ഗോവിന്ദൻ മാസ്റ്റർ പ്രതീക്ഷിച്ച 35,000 ഭൂരിപക്ഷത്തിൽ നിന്ന് 10,000-കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷം കുറച്ചു കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. സ്വാഭാവികമായും രണ്ടാം വട്ടവും തളിപ്പറമ്പിന്റെ മണ്ണിൽ UDF-ന്റെ സ്ഥാനാർത്ഥി ആര് എന്നുള്ള ചോദ്യമുണ്ടായില്ല. അവിടെ അബ്ദുൾ റഷീദിനെ തന്നെ മത്സരിപ്പിക്കാനായിരുന്നു നേതൃത്വം ആഗ്രഹിച്ചത്. അപ്പോഴാണ് ധർമ്മടത്ത് ആര് മത്സരിക്കും എന്ന ചോദ്യം വന്നത്. സഖാവ് TK ഗോവിന്ദൻ മാസ്റ്റർ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിയായി വരിക കൂടി ചെയ്തപ്പോൾ പിണറായി വിജയനെ നേരിടാൻ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പോരാളിയെ തന്നെ പറഞ്ഞയക്കാൻ തീരുമാനിച്ചു. അബ്ദുൾ റഷീദ് ധർമ്മടത്തെ സ്ഥാനാർത്ഥിയായ ദിവസം മുതൽ അദ്ദേഹം അനുഭവിച്ച മാനസിക ശാരീരിക പീഡനങ്ങൾ വളരെ വലുതാണ്. ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന ഫ്ലക്സ് ബോർഡുകളെല്ലാം നശിപ്പിക്കപ്പെട്ടു. അദ്ദേഹം എഴുതിയ ചുമരെഴുത്തുകളിലെല്ലാം കരിയോയിൽ വീണു. അദ്ദേഹത്തിന്റെ ബൂത്ത് ഏജന്റന്മാർ മൃഗീയമായ മർദ്ദനത്തിന് ഇരയായി. സൂപ്പർ ക്യാമ്പയിനേഴ്സ് ആയിട്ടുള്ള ആരും തന്നെ ധർമ്മടത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്ന സങ്കടം കൂടി അവിടെ ബാക്കി നിൽക്കുന്നു. വലിയ പ്രചാരകർ ആരും തന്നെ വരാതിരുന്നിട്ടും ധർമ്മടത്തെ മണ്ണിൽ പിണറായി വിജയൻ എന്ന എക്കാലത്തെയും CPM-ന്റെ ക്യാപ്റ്റനെ പിടിച്ചു കെട്ടാൻ അബ്ദുൾ റഷീദിന് സാധിച്ചുവെങ്കിൽ കണ്ണൂരിന്റെ പുതിയ വസന്തമായി അദ്ദേഹം മാറുകയാണ്. പിണറായി വിജയന്റെ സ്വന്തം പഞ്ചായത്തിൽ പോലും അദ്ദേഹം പിറകിലേക്ക് പോയി. പിണറായി വിജയന്റെ വീടിരിക്കുന്ന സ്വന്തം ബൂത്തിൽ കേരളത്തിന്റെ 10 വർഷക്കാലത്തെ മുഖ്യമന്ത്രി പിറകോട്ട് പോയി. 50,000 വോട്ടിന് വിജയിച്ച പിണറായി വിജയൻ അഥവാ വിജയിച്ചാൽ തന്നെ ഒരു ചെറിയ വോട്ടിന് മാത്രം വിജയിക്കപ്പെടുന്ന ഒരു സാഹചര്യം, അത് പിണറായി വിജയന്റെ ദുരന്തം തന്നെയാണ്. കേരളത്തിലെ 14 ജില്ലകളിലും അദ്ദേഹം ഉയർത്തിയ ഓരോ ഫ്ലക്സ് ബോർഡുകളും അദ്ദേഹത്തിനെതിരായിട്ടുള്ള പ്രചരണ ബോർഡുകളായി മാറുകയായിരുന്നു. സ്വന്തം മണ്ഡലത്തിലെ സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെറുപ്പക്കാരും സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുടുംബങ്ങളും ആഞ്ഞ് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിനെതിരായി അവരുടെ ചരിത്രത്തിൽ ആദ്യമായി വോട്ട് രേഖപ്പെടുത്തി. CPM-നെ സംബന്ധിച്ച് തിരിച്ചറിവിന്റെ നാളുകളാണ് അവരുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അഹങ്കാരത്തിന്റെയും ധിക്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും കൊലപാതക രാഷ്ട്രീയത്തിന്റെയും അക്രമ രാഷ്ട്രീയത്തിന്റെയും കാലം അസ്തമിച്ചിരിക്കുന്നു എന്ന് CPM-നെ നോക്കി പിണറായി വിജയനെ നോക്കി ഈ നാട് പറയുകയാണ്. 1969 വാണിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന 23 വയസ്സ് പ്രായം മാത്രമുണ്ടായിരുന്ന ചെറുപ്പക്കാരനെ തലശ്ശേരി ബസ് സ്റ്റാൻഡിനടുത്ത് വെച്ച് കുത്തിക്കൊലപ്പെടുത്തിയപ്പോൾ ആ കേസിലെ 13ാമത്തെ പ്രതിയായിരുന്നു പിണറായി വിജയൻ എന്ന് നമുക്കറിയാം. അന്ന് ആരംഭിച്ച കൊലപാതക രാഷ്ട്രീയം ഒരു പരമ്പര പോലെ തുടർന്നു മലബാറിന്റെ മണ്ണിൽ. നോക്കൂ, ഇന്നത്തെ ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. സഖാവ് TP ചന്ദ്രശേഖരന്റെ ഓർമ്മ ദിനം കൂടിയാണ് ഇന്ന്. ആ TP ചന്ദ്രശേഖരന്റെ 51 വെട്ടുകൾ CPM-ന് നൽകിയിട്ടുള്ള മുറിപ്പാടുകൾ അടുത്ത കാലത്തൊന്നും മായ്ച്ചു കളയാൻ സാധിക്കുന്നതല്ല. കൃപേഷും ശരത്ലാലും ഷുഹൈബും ഈ മണ്ണിൽ പിടഞ്ഞു വീണപ്പോൾ അതിൽ നിന്നൊഴുകിയ രക്തച്ചാലുകളിൽ CPM ഒഴുകിപ്പോകുന്ന ദുരന്തത്തിന്റെ കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടത്. ക്യാപ്റ്റന്റെ മടയിൽ തന്നെ കയറി അബ്ദുൾ റഷീദ് നടത്തിയ ഈ പോരാട്ടത്തിനും മറ്റൊരു ബിഗ് സല്യൂട്ട്. തുടക്കം മുതൽ കേരളത്തിൽ ഞാൻ പറഞ്ഞു ധർമ്മടം പിടിക്കും, ധർമ്മടം ജയിക്കും. പക്ഷേ അത് ഏറ്റുപറയാൻ ആരും ഉണ്ടായിരുന്നില്ല. ആ പ്രചരണ രംഗത്ത് പോലും സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒറ്റയ്ക്ക് പ്രചരണം നയിക്കേണ്ടി വന്നു കൊടുത്ത നേതാക്കന്മാരും പ്രവർത്തകർക്കും 5 റൗണ്ടിൽ നിങ്ങൾ ആലോചിക്കേണ്ടത് 1,00,000-ഓളം അല്ലെങ്കിൽ 20,000-ഓളം ലീഡ് കിട്ടേണ്ടിടത്താണ് ഇപ്പോഴും 5 റൗണ്ടിൽ 1 റൗണ്ടിൽ പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രി ലീഡ് കിട്ടാതെ പോകുന്നത്. ഇത് വിജയിച്ചതിന് തുല്യമാണ്. ഇനി ഇതിന്റെ നെറ്റ് റിസൾട്ട് എന്താണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. കാരണം പ്രവർത്തന സ്വാതന്ത്ര്യമുള്ളിടത്ത്, പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുള്ളത്, ഞങ്ങൾക്ക് പോസ്റ്റർ ഒട്ടിക്കാൻ പറ്റിയെടുത്ത്, ഞങ്ങൾക്ക് വീട് കയറാൻ പറ്റിയെടുത്ത്, ഞങ്ങൾക്ക് വോട്ട് ചോദിക്കാൻ പറ്റിയെടുത്ത്, സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് പര്യടനം നടത്താൻ പറ്റിയെടുത്ത് മുഴുവൻ ഇതാ കേരളത്തിലെ ലോകത്തിന്റെ മുഴുവൻ മലയാളികളുടെ മുന്നിലും അഭിമാനത്തോടു കൂടി പറയാണ് UDF-ന് വേണ്ടി UDF-ന്റെ പ്രവർത്തകർ ലീഡ് പിടിച്ചിരിക്കുകയാണ്. ഇത് രാഷ്ട്രീയപരമായി പിണറായി വിജയന്റെ പരാജയമാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു,
3 പഞ്ചായത്തുകൾ UDF ചരിത്രത്തിൽ ഒരിക്കലും പഞ്ചായത്ത് തുടങ്ങിയതിൽ പിന്നെ ഒരിക്കലും ഭരിച്ചിട്ടില്ലാത്ത പഞ്ചായത്താണ് ചെമ്പിലോട്. എല്ലാ കാലത്തും ഇടതുപക്ഷത്തിന്റെ കൂടെ ശക്തമായി നിന്ന പഞ്ചായത്താണ് അഞ്ചരക്കണ്ടി. പിണറായി വിജയന്റെ വീടിരിക്കുന്ന പഞ്ചായത്താണ്, നിങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യണം. പിണറായി വിജയന്റെ വീടിരിക്കുന്ന പഞ്ചായത്തിലാണ്. വേങ്ങാട് പഞ്ചായത്തിൽ പോലും പിണറായി വിജയൻ ലീഡ് നേടിയിട്ടില്ല. എന്തിനാണ് പിണറായി വിജയൻ കേരളത്തിനകത്ത് ഇനി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്, ജനങ്ങളെ ഫേസ് ചെയ്യുന്നത് എന്ന് പിണറായി വിജയൻ ലോകത്തോട് തുറന്നു പറയണം. അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന വേങ്ങാട് പഞ്ചായത്തിൽ അദ്ദേഹം പറയിൽ പോയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന ബൂത്തിന്റെ പരിശോധിക്കുന്നേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന പഞ്ചായത്തിൽ പോലും ജനങ്ങളെ വിശ്വാസം നേടാൻ അദ്ദേഹത്തിന് സാധിച്ചില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ പരാജയവും അത് ഏറ്റുവാങ്ങിയിട്ട് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അദ്ദേഹം മാറി നിൽക്കണം. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇനി എണ്ണേണ്ടത് പെരളശ്ശേരിയാണ്, ഇനി എണ്ണേണ്ടത് ധർമ്മടമാണ്, ഇനി എണ്ണേണ്ടത് പിണറായി പഞ്ചായത്താണ്. ഞങ്ങളെ ബൂത്തിലിരുത്താൻ സമ്മതിക്കാത്ത പ്രദേശങ്ങൾ, ഞങ്ങളെ ബൂത്തിൽ നിന്ന് ആട്ടി ഓടിച്ച പ്രദേശങ്ങൾ, ഞങ്ങളുടെ പ്രവർത്തകരുടെ എൻ്റെ ബോർഡുകൾ, എൻ്റെ പ്രചരണ ബോർഡുകൾ, എൻ്റെ പോസ്റ്ററുകൾ വ്യാപകമായി മോഷ്ടിച്ചു കൊണ്ടുപോയ പ്രദേശങ്ങൾ. അതുപോലെ തന്നെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എടക്കാട് പോലീസ് സ്റ്റേഷനിലും ചക്കരക്കൽ പോലീസ് സ്റ്റേഷനിലും പരാതിയുണ്ട്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ ലോകം മുഴുവൻ കണ്ടതാണ് എൻ്റെ പര്യടനം തടഞ്ഞ പ്രദേശങ്ങൾ. ആ പ്രദേശങ്ങളിലേക്കാണ് എനിക്ക് കടന്നു പോകേണ്ടത്. അവസാന ദിവസം 6 ദിവസവും ആ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തിട്ട് ഞാൻ അന്നും പറഞ്ഞു, ഞാൻ മാധ്യമങ്ങളോട് മുഴുവൻ പറഞ്ഞു, 40 ലക്ഷം ചെലവഴിക്കേണ്ടിടത്ത് 40 കോടി രൂപയാണ്. വേടന്റെ പരിപാടി ഉൾപ്പെടെ കണ്ടു, എക്സ്പെൻഡിച്ചറിൽ രേഖപ്പെടുത്തിയിട്ടില്ല. 40 കോടിയോളം രൂപ അവസാനത്തെ 6 ദിവസവും സാമ്പത്തികം അതുപോലെ ഒഴുക്കിയിട്ടും ഇനി ഈ ഘട്ടത്തിൽ പോലും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായും ധർമ്മടത്ത് രാഷ്ട്രീയപരമായി UDF വിജയിച്ചു കഴിഞ്ഞു. തളിപ്പറമ്പിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ മാറേണ്ടി വന്ന ഒരാളാണ് ഞാൻ 5 വർഷക്കാലം. അതുകൊണ്ട് ഇപ്പോഴും പ്രതീക്ഷയിലാണ്. പെരളശ്ശേരിയും ധർമ്മടവും പിണറായിയും കടന്ന് പോകുമ്പോൾ തീർച്ചയായും ധർമ്മടത്ത് ജയിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്.